ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി സെർച്ച് മെത്തേഡാണ്. അതായത് ഒരു അറേയിൽ ബൈനറി സെർച്ച് മെത്തേഡിലൂടെ ഒരു അറേ എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലീനിയർ സെർച്ച് മെത്തേഡ് ഡിസ്കസ് ചെയ്തായിരുന്നു. അത് പ്രോഗ്രാം വളരെ സിമ്പിളാണ്, അതിൻ്റെ ലോജിക്കും സിമ്പിളാണ്, പ്രോഗ്രാം വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. പക്ഷേ ബൈനറി സെർച്ച് മെത്തേഡിൽ പ്രോഗ്രാം കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാണാതെ പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ നല്ല ഒരു ലോജിക്കാണ് ഈ ബൈനറി സെർച്ച് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലീനിയർ സെർച്ച് മെത്തേഡ്, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ലീനിയർ സെർച്ച് മെത്തേഡിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു 1000 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ അതിലൊരു എലമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ആ 1000 എലമെൻറ്റ്സും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. ആ 1000 എലമെൻറ്റ്സും നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ. ആ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം 1000 ടൈംസ് കമ്പാരിസൺ നടത്തണം 1000 എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ. പക്ഷേ നമ്മുടെ ഈ ബൈനറി സെർച്ച് മെത്തേഡ് ആണെങ്കിൽ അതുപോലെ തന്നെ 1000 എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ പോലും മാക്സിമം 10 കമ്പാരിസൺസ് മാത്രം നടത്തിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അതായത് 1000 എലമെൻറ്റ്സ് ഉള്ള അറേ ആണെങ്കിൽ പോലും മാക്സിമം, അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് 1 ആണ്, അത് നമുക്ക് നോക്കണ്ട. മാക്സിമം 10 കമ്പാരിസൺ നടത്തിയാൽ മതി, അതിനകത്ത് നമുക്ക് ആൻസർ കിട്ടും. ആ എലമെൻറ്റ്, നമ്മൾ സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് ആ 1000 എലമെൻറ്റ്സ് ഉള്ള അറേയിലുണ്ടോ ഇല്ലയോ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ അത്രത്തോളം അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് അല്ലെങ്കിൽ ഒരു ലോജിക്കാണ് ഈ ബൈനറി സെർച്ച് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രോഗ്രാം കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്ന് പറയാം, കാണാതെ പഠിക്കാനോ എഴുതാനോ കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്ന് പറയാം. കുറച്ച് ഡിഫിക്കൽട്ടി എന്നേ ഉള്ളൂ, പഠിക്കാൻ പറ്റത്തില്ല എന്നല്ല. ലോജിക്ക് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ പ്രോഗ്രാം നമുക്ക് പഠിക്കാനൊക്കും. അപ്പോൾ ഈ ബൈനറി സെർച്ച് മെത്തേഡിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന അറേ എലമെൻറ്റ്സ് അത് ഒരു സോർട്ട് ചെയ്ത അവസ്ഥയിലായിരിക്കണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സോർട്ട് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ ആയിരിക്കണം നമ്മൾ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ വേണം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്ത ലീനിയർ സെർച്ച് മെത്തേഡ് ആണെങ്കിൽ നമുക്ക് റാൻഡമായിട്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അറേയിൽ 10 എലമെൻറ്റ്സ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ആ 10 എലമെൻറ്റ്സും റാൻഡമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ബൈനറി സെർച്ച് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റാൻഡമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കത്തില്ല. ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത നമ്പേഴ്സ് വേണം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്, ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത ആ എലമെൻറ്റ്സിനെ വേണം, അങ്ങനെ സോർട്ട് ചെയ്ത എലമെൻറ്റ്സിനെ വേണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ 20 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയുടെ എലമെൻറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 20 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻസ് 0 to 19 എന്ന റേഞ്ചിലായിരിക്കും. 0 to 19 20 എലമെൻറ്റ്സ് ആണ് ഈ ഒരു അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത ഒരു അറേയാണ്. ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത എലമെൻറ്റ്സ് വേണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതും. ഈ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതും ഇങ്ങനെ സോർട്ട് ചെയ്ത അവസ്ഥയിലായിരിക്കണം. ഇവിടെ ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല നമ്മൾ റാൻഡമായിട്ടാണ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിരിക്കത്തില്ല ഈ മെത്തേഡ് വഴി കിട്ടുന്നത്. അപ്പോൾ അത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം 20 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഈ അറേയിൽ 20 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൽ 39 എന്ന നമ്പറാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. 39 എന്ന നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യണം. ഉണ്ട് എങ്കിൽ ആ നമ്പറിൻ്റെ പൊസിഷൻ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. 13th എന്ന പൊസിഷനിലാണ് 39 എന്ന നമ്പർ ഉള്ളത് എന്നൊരു ഔട്ട്പുട്ട് കിട്ടണം. അതല്ല ഈ നമ്പർ ഇല്ല എങ്കിൽ ദിസ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ അറേ എന്നൊരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 39 എന്ന നമ്പർ ഇവിടെ ഉണ്ട്. 39 എന്ന അറേ എലമെൻറ്റ് ഈ അറേയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാകത്തില്ല. അപ്പം അതിൻ്റെ ലോജിക്ക് അനുസരിച്ച് വേണം നമുക്കത് കണ്ടുപിടുത്താനായിട്ട്. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇതിൻ്റെ ഇനിഷ്യൽ ഇൻഡെക്സ് നമ്പറും ഫൈനൽ ഇൻഡെക്സ് നമ്പറും ഏതാണെന്ന്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് നമ്പറും ലാസ്റ്റ് ഇൻഡെക്സ് നമ്പറും ഏതാണെന്ന് നോക്കുക. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് നമ്പർ ഈ കാണുന്നതാണ് അതിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2 സ്ലൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് എന്നും ലാസ്റ്റ് എന്നും 2 വേരിയബിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ആദ്യത്തെ, അതായത് ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനും ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷനും ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ അറേയിൽ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0യും ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 19 ആണ്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഇൻഡെക്സ് പൊസിഷൻ കൂടെ കണ്ടെത്തണം, മിഡിലിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷൻ. ഇതിൻ്റെ മിഡിലിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷൻ എങ്ങനെ കണ്ടെത്താം? ഈ ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ മതി മിഡിലിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷൻ ഏതാണെന്ന് മനസ്സിലാക്കാം. അതിപ്പോൾ ഓഡ് നമ്പർ ആയിരുന്നാലും ഈവൻ നമ്പർ ആയിരുന്നാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ 0യും ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ 19 ആണ്.
അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 0 + 19/2 എടുക്കുക. അപ്പോൾ ആവറേജ് കിട്ടും. ആവറേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 9.5 ആണ്. പക്ഷേ ഇവിടെ പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് ഒരു ഇൻറ്റീജർ നമ്പറിനെ മറ്റൊരു ഇൻറ്റീജർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും ഒരു ഇൻറ്റീജർ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 9.5 എന്ന് കിട്ടത്തില്ല, 9 എന്നേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന 9 ആണ് മിഡിലിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് ഈ മിഡിലിൽ വരുന്ന ആദ്യം ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ ഏതെന്ന് നോക്കും, ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ ഏതെന്ന് നോക്കും, പിന്നെ മിഡിലിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷൻ അത് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ മിഡിലിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. അങ്ങനെ അതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ മിഡിലിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ എന്താണോ അതും നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 39 ആണ്. അപ്പോൾ 39ഉം ഈ 29ഉം കൂടെ കമ്പയർ ചെയ്യുമ്പം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. ഇതിപ്പോൾ സെയിം ആയിട്ട് വരികയാണെങ്കിൽ അപ്പം തന്നെ ഔട്ട്പുട്ട് കാണിക്കും ദിസ് നമ്പർ ഹാസ് ബീൻ ഫൗണ്ട് അറ്റ് പൊസിഷൻ 9 എന്ന് ഔട്ട്പുട്ട് അപ്പം തന്നെ കാണിക്കും. ഇവിടെ ഇപ്പം സെയിം നമ്പേഴ്സ് അല്ല, ഇത് 29ഉം മിഡിലിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 29ഉം നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ 39ഉം ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ ഉപയോഗിക്കുന്ന ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ നമുക്ക് സെർച്ച് ചെയ്യുന്ന നമ്പറും ഈ നമ്പറും കൂടെ ഏതാണ് വലുതെന്ന് നോക്കും. ഈ മിഡിൽ പൊസിഷനിൽ വരുന്ന നമ്പറിനേക്കാളും വലിയ നമ്പറാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മിഡിൽ വരുന്ന നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിലാണ് ആ നമ്പർ വരുന്നത് എന്നാണ്. ഇവിടെ ഇപ്പം 29ഉം 39ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 39 ആണ് വലിയ വാല്യൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ ഈ 29നേക്കാളും കുറഞ്ഞ ഇൻഡെക്സ് പൊസിഷനിലോട്ട് ഈ 39 വരത്തില്ല. എപ്പോഴും 29നേക്കാളും കൂടിയ പൊസിഷനിലോട്ട്, അതായത് ഈ 9 മുതൽ കൂടിയ പൊസിഷനിലോട്ട് ഈ 29 എന്ന വാല്യൂ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിപ്പോൾ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ഒന്നീ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. ഇതിപ്പം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ 29നേക്കാളും കൂടിയതാണ് ഈ സെർച്ച് ചെയ്യേണ്ട വാല്യൂ എങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഈ 29 വരുന്ന ഇൻഡെക്സ് പൊസിഷൻ കഴിഞ്ഞിട്ടുള്ള ഇൻഡെക്സ് പൊസിഷനിലെ ഈ വാല്യൂ വരാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും കുറഞ്ഞ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂസിനെ എല്ലാം നമുക്ക് ഇഗ്നോർ ചെയ്യാം. അടുത്ത റൗണ്ടിലേക്ക് അതിനേക്കാളും ഈ ഇൻഡെക്സ് പൊസിഷൻ 9നേക്കാളും കുറഞ്ഞ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനേക്കാളും കൂടിയ വാല്യൂസ് മാത്രം, ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ കാരണം ഈ 39 എന്നുള്ള സെർച്ച് ചെയ്യേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഹയർ ആണ്, ഈ വന്നിരിക്കുന്ന വാല്യൂവിനേക്കാളും ഹയർ ആണ്. അപ്പം ഈ വാല്യൂസിനെ മാത്രം ഇനി കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബാക്കിയുള്ള ഈ 9നേക്കാളും കുറഞ്ഞ വാല്യൂസിനെ ഇഗ്നോർ ചെയ്യണം. അങ്ങനെ ഇഗ്നോർ ചെയ്യാനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ 39 എന്നുള്ളത് ഈ മിഡിൽ പൊസിഷനിൽ വരുന്ന വാല്യൂവിനേക്കാളും ഹയർ വാല്യൂ ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനെ നമ്മൾ റീറൈറ്റ് ചെയ്യും. ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനെ ഈ 10 എന്നുകൊണ്ട് റീറൈറ്റ് ചെയ്യും. എങ്ങനെയാണ് 10 കിട്ടിയത്? ഈ 9നേക്കാളും 1 ആഡ് ചെയ്താൽ ഈ 10 കിട്ടും. അതായത് മിഡിൽ പൊസിഷനിൽ വരുന്ന ഇൻഡെക്സ് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അതിനെ നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനായിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാം. അതായത് അടുത്ത റൗണ്ടിലേക്ക് ഈ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ 10 ആയിട്ട് മാറും. ഈ 10 മുതൽ 19 വരെയുള്ള നമ്പേഴ്സ്, ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ 19 ആണ്. അപ്പോൾ ഈ 10 മുതൽ 19 വരെയുള്ള നമ്പേഴ്സിന് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. കാരണം ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്ന ആ നമ്പറിനെ നമ്മൾ റീറൈറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അടുത്ത സ്റ്റെപ്പിലേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 10 മുതൽ 19 വരെയുള്ള നമ്പേഴ്സിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെയും അതിൻ്റെ മിഡിൽ ഇൻഡെക്സ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. മിഡിൽ ഇൻഡെക്സ് പൊസിഷൻ കണ്ടെത്താനായിട്ട് ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ അതിൻ്റെ ആവറേജ് എടുക്കുക. അപ്പം 10 + 19 ആവറേജ് എടുക്കുമ്പോഴേക്കും 10 + 19 എന്ന് പറഞ്ഞാൽ 29 ആണ്. അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 14 എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും ഈ 14 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന നമ്പറും സെർച്ച് ചെയ്യുന്ന നമ്പറും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കാം. ഇവിടെ സെർച്ച് ചെയ്യുന്ന നമ്പർ 39 ആണ്. 14 എന്ന മിഡിൽ ഇൻഡെക്സ് നമ്പറിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 41 ആണ്. സെർച്ച് ചെയ്യേണ്ട വാല്യൂ 39 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരുന്നുവെങ്കിൽ അപ്പം തന്നെ ഔട്ട്പുട്ട് കാണിച്ചതിനെ ദിസ് നമ്പർ ഹാസ് ബീൻ ഫൗണ്ട് അറ്റ് പൊസിഷൻ 14 എന്ന ഔട്ട്പുട്ട് അപ്പം തന്നെ കാണിക്കാമായിരുന്നു. ഇവിടെ ഇപ്പം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് വന്നത്. അപ്പം ആ ഒരു കമ്പാരിസൺ കഴിഞ്ഞു. ഇനി ചെക്ക് ചെയ്യുന്നത് ഈ വന്നിരിക്കുന്ന ഈ മിഡിലിൽ വരുന്ന ആ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂവിനെക്കാളും വലുതാണോ ചെറുതാണോ എന്ന് നോക്കും. അപ്പോൾ ഇവിടെ ഇപ്പം 39 ആണ് സെർച്ച് ചെയ്യേണ്ട വാല്യൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ മിഡിലിൽ വരുന്ന ആ വാല്യൂവിനെക്കാളും ചെറുതാണ്. അതിൻ്റെ അർത്ഥം ഈ നമ്പേഴ്സിനേക്കാൾ ഈ ഇൻഡെക്സ് പൊസിഷനേക്കാളും കുറഞ്ഞ ആ ഇൻഡെക്സ് പൊസിഷനിൽ മാത്രമേ ഈ നമ്പർ വരാനുള്ള സാധ്യതയുള്ളൂ. 39 എന്ന് പറഞ്ഞാൽ 41നേക്കാളും കുറവായതുകൊണ്ട് കുറഞ്ഞ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂസിൽ മാത്രമേ ഈ 39 വരാൻ സാധ്യതയുള്ളൂ. 41നേക്കാളും കൂടിയ വാല്യൂസിൽ ഒരിക്കലും 31 വരത്തില്ലല്ലോ. കാരണം ഇത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പേഴ്സിനെ നമുക്കങ്ങ് ഇഗ്നോർ ചെയ്യാം. ഈ 14 മുതൽ ബാക്കിയുള്ള എല്ലാ വാല്യൂസിനെയും നമുക്കങ്ങ് ഇഗ്നോർ ചെയ്യാം. അങ്ങനെ 14 മുതൽ ബാക്കിയുള്ള വാല്യൂസിനെ ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനെയാണ് റീറൈറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷനെ നമ്മൾ 13 ആയിട്ട് റീറൈറ്റ് ചെയ്യും. എങ്ങനെയാണ് 13 എന്ന വാല്യൂ കിട്ടിയത്?
14 - 1. 14 - 1 ആണ് നമ്മൾ ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ ലാസ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പറായിട്ട് നമ്മൾ റീറേറ്റ് ചെയ്യുന്നത്. റീറേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ന ഇൻഡെക്സ് നമ്പർ 13 ആവും. അപ്പം ബാക്കി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ ഇത്രയും നമ്പേഴ്സിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറിൻ്റെയും തമ്മിൽ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനും ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷനും തമ്മിലുള്ള ആവറേജ് എടുക്കുക. ആവറേജ് 10 + 13/2 ആവറേജ് എടുക്കുമ്പോഴേക്കും 11 എന്ന് കിട്ടും. അപ്പോൾ 11 എന്നതാണ് മിഡിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അതും നമുക്ക് കിട്ടേണ്ട സെർച്ച് ചെയ്യേണ്ട നമ്പറും തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ 35ഉം 39ഉമാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം ഡിഫറൻറ്റ് നമ്പേഴ്സാണ്. ഉടനെ ഈ നമ്പറിനെക്കാളും വലുതാണോ ചെറുതാണോ സെർച്ച് ചെയ്യുന്ന നമ്പർ നോക്കുക. അപ്പോൾ വലുതാണ് സെർച്ച് ചെയ്യുന്ന നമ്പർ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 35 കഴിഞ്ഞിട്ട്, അതായത് 11 ഇൻഡെക്സ് പൊസിഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അതിനേക്കാളും കുറഞ്ഞ വാല്യൂസിൻ്റെ എല്ലാം നമുക്ക് ഇഗ്നോർ ചെയ്യാം. അതായത് ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പറിനാണ് നമുക്ക് റീറേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റിൻ്റെ ഇൻഡെക്സ് നമ്പറിനെ റീറേറ്റ് ചെയ്ത് 12 ആക്കും. 12 ആക്കുന്നത് എങ്ങനെയാണ്? ഈ 11, അതായത് മിഡിലിൽ വന്ന ഇൻഡെക്സ് പൊസിഷൻ്റെ കാലം 1 ആഡ് ചെയ്തപ്പോൾ 12 എന്ന് കിട്ടും. ബാക്കി ഈ 12ഉം 13ഉം ഇനി ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ നമ്പർ 12 ആയി, ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ എന്നുള്ളത് 13 നിൽക്കുകയാണ്. അപ്പം ബാക്കി ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഈ 2 നമ്പേഴ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ, ഈ 2 ഇൻഡെക്സ് പൊസിഷനെ മാത്രം. വീണ്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നു. ഇവിടെ ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും അതിന് രണ്ടിൻ്റെയും കൂടെ ആവറേജ് എടുക്കുന്നു. ആവറേജ് എടുക്കുമ്പോൾ 12 എന്ന് കിട്ടുന്നു. വീണ്ടും ചെക്ക് ചെയ്യുന്നു. ആ 12 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂവും സെർച്ചിൻ്റെ വാല്യൂവും ഈക്വൽ ആണോ എന്ന് നോക്കുന്നു. അപ്പോൾ ഇവിടെയും ഈക്വൽ അല്ല. ഇനി അടുത്ത് വീണ്ടും അത് ചെക്ക് ചെയ്യുന്നു, വലുതാണോ ചെറുതാണോ എന്ന് നോക്കുന്നു. ഈ മിഡിലിൽ വരുന്ന വാല്യൂ നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് വലുതെന്ന് നോക്കുന്നത്. വലുതെന്ന് പറയുന്നത് ഈ സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആണ് വലുത്, അതായത് ഇതിനേക്കാളും വലിയ വാല്യൂ ആണ് സെർച്ച് ചെയ്യേണ്ട വാല്യൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് ഈ ഒരു ഇൻഡെക്സ് പൊസിഷൻ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പം ഈ നമ്പറിനെങ്കിൽ ഇഗ്നോർ ചെയ്യാം. ഇഗ്നോർ ചെയ്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് റീറേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനെ റീറേറ്റ് ചെയ്യാം. റീറേറ്റ് ചെയ്ത് 13 ആക്കും. എങ്ങനെയാണ് റീറേറ്റ് ചെയ്ത് 13 ആക്കിയത്? ആ മിഡിൽ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അപ്പം 13 ആയി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഈ ഒരു ലാസ്റ്റ് വരുന്ന ആ ഒരു സെല്ല് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റും ലാസ്റ്റും 2 ഇൻഡെക്സ് പൊസിഷനും 13 തന്നെയാണ്. ഇവിടെ കമ്പയർ ചെയ്യുക. നമുക്ക് സെർച്ച് ചെയ്യുന്ന നമ്പറും ഇത് 13 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന നമ്പറും കൂടെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പം 13 എന്ന ആ സംഭവം തന്നെ വന്നു. അത് കമ്പയർ ചെയ്യുമ്പം ട്രൂ ആയിട്ട് വന്നു, ഈക്വൽ ആയിട്ട് വന്നു. അങ്ങനെയാണ് അവിടെ തന്നെ ഔട്ട്പുട്ട് കാണിക്കുക. 39 ഹാസ് ബീൻ ഫൗണ്ട് അറ്റ് പൊസിഷൻ 13 എന്ന് ഔട്ട്പുട്ട് കാണിക്കുക. സപ്പോസ് ഇതിപ്പം 39 അല്ല വേറെ ഏതെങ്കിലും നമ്പറാണ് എങ്കിൽ കാണിക്കേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ദിസ് നമ്പർ ആസ് നോട്ട് ഫൗണ്ട് എന്ന ഒരു ഔട്ട്പുട്ട് കാണിക്കാം. അതും ഔട്ട്പുട്ട് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നമ്പർ എന്ന് പറഞ്ഞാൽ 40 ആണെന്ന് കരുതുക. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പർ വന്നു. ഇവിടെ സെർച്ച് ചെയ്തപ്പം ഡിഫറെൻറ്റ് നമ്പറായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം 40 ആണ് നമുക്ക് സെർച്ച് ചെയ്യുന്ന നമ്പർ. ഈ സെർച്ച് ചെയ്യുന്ന നമ്പർ 40 ആണ്. ഈ 39ഉം 14 കൂടെ കമ്പയർ ചെയ്തിട്ട് ഏതാണ് വലുതെന്ന് നോക്കുക. ഈ മിഡിൽ, ഇപ്പം മിഡിൽ എന്ന് പറയുന്ന 13 + 13/2 എടുക്കും. അപ്പം ആവറേജും 13 തന്നെ വരും. അപ്പം മിഡിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 39 തന്നെയാണ്. ആ മിഡിൽ വരുന്ന ആ വാല്യൂവും നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ, സപ്പോസ് സെർച്ച് ചെയ്യേണ്ട നമ്പർ 40 ആണെന്ന് കരുതുക. അപ്പോൾ 40 തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണ് വലുത് എന്ന് നോക്കാം. അപ്പോൾ 39ഉം 48 കമ്പയർ ചെയ്യുമ്പം 39 എന്നത് 40യേക്കാളും ചെറുതാണ്. 40യേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന നമ്പറിന് റിലേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ ഇൻഡെക്സ് പൊസിഷൻ റിലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെ 14 എന്നാകും. അതായത് 13 + 1 14 ആവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ സപ്പോസ് ഇതിപ്പം 39 അല്ല 40 ആണെന്ന് കരുതുക. ഈ 39 അല്ല ഇവിടെ 40 ആണെന്ന് കരുതുക. നമുക്ക് സെർച്ച് ചെയ്യുന്ന നമ്പർ വേറെ ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലെ നമ്പർ എന്നുള്ളത് 14 ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലുള്ള നമ്പർ എന്ന് വെച്ചാൽ അത് 13 തന്നെ നിൽക്കുകയാണ്. അതായത് ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ നമ്പർ ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷനേക്കാളും വലുതായിപ്പോയി. സാധാരണ ഫസ്റ്റ് ഇൻഡെക്സ് നമ്പർ ചെറുതും ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ വലുതുമായിരിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പം ഫസ്റ്റ് ഇൻഡെക്സ് നമ്പർ 14ഉം ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ 13ഉം ആയിപ്പോയി. അപ്പം ഫസ്റ്റ് ഇൻഡെക്സ് നമ്പർ വലുതായിപ്പോയി. അങ്ങനെ ഫസ്റ്റ് ഇൻഡെക്സ് നമ്പർ വലുതായി പോവുകയാണെങ്കിൽ അവിടെ വെച്ച് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ ഒരു റിലേഷനും കൂടി നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്തിരിക്കണം. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് അവസാന ഔട്ട്പുട്ട് കാണിക്കുന്നത്. ദിസ് നമ്പർ ഹാസ് നോട്ട് ബീൻ ഫൗണ്ട് എന്ന് ഔട്ട്പുട്ട് കാണിക്കുന്നത്. അതായത് ഞാനിപ്പം പറഞ്ഞത് ഒന്നും കൂടെ പറയാം. സപ്പോസ് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യുന്ന നമ്പർ 40 ആണെന്ന് കരുതുക. ഇവിടെ ഇപ്പോൾ സെല്ല് ഈ മിഡിൽ വന്ന നമ്പർ 39 ആണ്. ഈ സ്റ്റെപ്പ് മുതൽ ഞാൻ ഒന്നും കൂടെ പറയാം. ഇവിടെ ഇപ്പം മിഡിൽ നമ്പർ എന്നുള്ളത് 12 ആയിട്ട് വന്നു. 12 ആയിട്ട് വന്ന് മിഡിൽ നമ്പർ 12 ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ വന്നിരിക്കുന്ന 12 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വന്ന നമ്പറും ഈ നമ്പറും കൂടെ കമ്പയർ ചെയ്യുക. 39 എന്ന നമ്പറും കൂടെ കമ്പയർ ചെയ്യുക. സപ്പോസ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കുന്ന നമ്പർ 40 ആണെന്ന് കരുതുക. 39 അല്ല 40 ആണെന്ന് കരുതുക. അങ്ങനെ 40 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 37ഉം 40ഉം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഈ മിഡിലിൽ വരുന്ന വാല്യൂവും
നമുക്ക് സെർച്ച് ചെയ്യേണ്ട 40 എന്ന വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്ത് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് നോക്കുക. ഇതിപ്പം 37 ആണ് ചെറുതായിട്ട് വന്നു, മിഡിലിൽ വന്ന വാല്യൂ ചെറുതായിട്ട് വന്നു. അപ്പോൾ അതായത് ഈ 40 എന്ന നമ്പർ ഇതിനേക്കാളും വലിയ ഇൻഡെക്സ് പൊസിഷനിലോട്ടുള്ള വാല്യൂസിലായിരിക്കും 40 എന്ന നമ്പർ വരാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഈ മിഡിലിൽ വരുന്ന ആ നമ്പർ അങ്ങ് ഇഗ്നോർ ചെയ്യണം. അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഈ മിഡിലിൽ വന്ന ആ നമ്പറിനെ അങ്ങ് ഇഗ്നോർ ചെയ്യണം. ഇഗ്നോർ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനെ കൂടെ 1 ആഡ് ചെയ്ത് 13 എന്ന് കിട്ടും. അതെയാണ് ഫസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് 13 ആക്കുന്നു. 13 ആക്കിയിട്ടാണ് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഒരു സെല്ല് മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ 13 ആണ്, ലാസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷൻ 13 തന്നെയാണ്. അപ്പം അത് തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ 13 നമുക്ക് സെർച്ച് ചെയ്യുന്ന നമ്പർ 40 ആണെന്ന് കരുതുക. അപ്പോൾ 40യും 39 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് വന്നത്. അപ്പം അടുത്ത സ്റ്റേജായിട്ട് ഈ 39 ആണോ 40 ആണോ വലുതെന്ന് നോക്കാം. അപ്പോൾ ഈ 39 എന്നുള്ളത് 40യേക്കാളും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അതായത് 40 ഉണ്ട് എങ്കിൽ ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനെ റീറേറ്റ് ചെയ്യും. ആ പ്രോഗ്രാമിൻ്റെ ആ രീതി വെച്ച് ഫസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷനെ റീറേറ്റ് ചെയ്യും. റീറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ വന്ന വാല്യൂൻ്റെ കൂടെ 1 ആഡ് ചെയ്യപ്പോഴാണ് ഫസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷൻ കിട്ടുന്നത്. അപ്പോൾ 13ൻ്റെ കൂടെ 1 ആഡ് ചെയ്യപ്പോഴേക്കും ഫസ്റ്റ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ 14 എന്ന് കിട്ടും. ആ 14 ആയിരിക്കും അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. അവിടെ വെച്ച് കമ്പയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു വൈൽ ലൂപ്പിൻ്റെ അകത്ത് കമ്പയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ എപ്പോഴും ലാസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷനെക്കാളും സ്മോളർ വാല്യൂ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കത്തുള്ളൂ. എപ്പോഴാണോ ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷനെക്കാളും ഗ്രേറ്റർ ആവുന്നു അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ആ ഒരു ലോജിക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോഗ്രാമിൽ നമ്മൾ കാണിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷൻ 14 ആണ്, ലാസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷൻ 13 ആണ്. അപ്പോൾ അവിടെ വെച്ച് ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഔട്ട്പുട്ട് കാണിക്കുന്നു, ദിസ് നമ്പർ ആസ് നോട്ട് ഫൗണ്ട് എന്നൊരു ഔട്ട്പുട്ട് കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇതിലുള്ളത്. ഇനി എൻ്റെ പ്രോഗ്രാം നോക്കുക. പ്രോഗ്രാം 2 സ്ലൈഡിലായിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ സ്ലൈഡിലുള്ളത് വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതിൻ്റെ സാമ്പിൾ ഔട്ട്പുട്ടാണ് ഇവിടെ ഇപ്പം കാണിക്കുന്നത്. ഇവിടെ എൻ്റർ 10 നമ്പേഴ്സ് ഇൻ സോർട്ടഡ് ഓർഡർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ 10 നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഈ നമ്പർ എന്ന് പറയുന്ന സോർട്ട് ചെയ്ത ഓർഡറിലാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. 10, 15, 20, 25, 30 എന്നുള്ള സോർട്ട് ചെയ്ത ഓർഡറിലാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റർ ദി നമ്പർ ടു ബി സെർച്ച്ഡ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മളൊരു 45 എന്ന വാല്യൂ ആണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഉടനെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു, 45 ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 8 ഇൻ ദ ലിസ്റ്റ് എന്ന ഔട്ട്പുട്ട് നമുക്കിവിടെ എഴുതി കാണിക്കുന്നു. 45 എന്നുള്ളത് 8ാമത്തെ നമ്പറായിട്ടാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് 8 എന്ന പൊസിഷൻ ഇൻ ദ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും, അതിന് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതാണ് സാമ്പിൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ നമുക്ക് പ്രോഗ്രാം നോക്കുക. നമ്മൾ ആദ്യം 10 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റീജർ അറേ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നം എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ, നം എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്തു. പിന്നെ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തു. അത് ഫോർ ലൂപ്പിൻ്റെ അകത്ത് കൊടുക്കാനായിട്ട് അത് നമ്മൾ ഇവിടെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന നമ്പർ ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം 0 ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോർ ലൂപ്പാണ് ഇത്. അവിടെ മാത്രമേ നമ്മൾ ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ 3 വേരിയബിൾസും കൂടെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 വേരിയബിൾസ് എന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇൻഡെക്സ് പൊസിഷനെ സ്റ്റോർ ചെയ്യാനാണ്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇൻഡെക്സ് പൊസിഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കുക, ഇൻഡെക്സ് പൊസിഷനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിലുള്ള വാല്യൂ അല്ല, ഇൻഡെക്സ് പൊസിഷനെ തന്നെയാണ് ഈ വേരിയബിൾസ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം 0 ആയിട്ട് 9 ആയിട്ട് ഞാൻ ഇൻഷ്യലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യത്തെ ഇൻഡെക്സ് നമ്പർ 0യും അവസാനത്തെ ഇൻഡെക്സ് നമ്പർ 9ഉമാണ്. കാരണം ടോട്ടൽ 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇൻഡെക്സ് നമ്പറും അവസാനത്തെ ഇൻഡെക്സ് നമ്പറും നമുക്ക് ആദ്യമേ ഇൻഷ്യലൈസ് ചെയ്യാനാകും. 0യും 9ഉം ആയിട്ട് ഇൻഷ്യലൈസ് ചെയ്യുന്നു. പിന്നെ മിഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിഡിലുള്ള ഇൻഡെക്സ് നമ്പർ ഏതാണോ അത് കണ്ടെത്തി ആവറേജ് കണ്ടെത്തി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് മിഡ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എൻ്റർ 10 നമ്പേഴ്സ് ഇൻ ഓർഡേഴ്സ് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ഓരോ ഇൻഡെക്സ് പൊസിഷനിലായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. എന്നിട്ട് എൻ്റർ ദി നമ്പർ ടു ബി സെർച്ച്ഡ് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനെ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ടേംസാണ് ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത 2ാമത്തെ സ്ലൈഡ് വരിക. ഇതാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു വൈൽ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വൈൽ ലൂപ്പിലാണ് ഈ ഒരു റിലേഷൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ അവസാനത്തെ ലോജിക് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ അവസാനത്തെ പോർഷനിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, അതായത് ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ എപ്പോഴും ലാസ്റ്റ് എന്ന ഇൻഡെക്സ് നമ്പറിനേക്കാളും ചെറുതായിരിക്കണം. ആ ഒരു റിലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെറുതാണെങ്കിൽ മാത്രം ഫസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് എല്ലാം ചെയ്യുകയുള്ളൂ. എപ്പോഴാണോ ഫസ്റ്റ് എന്ന ഇൻഡെക്സ് നമ്പർ ലാസ്റ്റിനേക്കാളും വലുതാവുന്നത് അവിടെ വെച്ച് ഈ ഒരു വൈൽ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിലേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഫസ്റ്റ് ലാസ്റ്റിനേക്കാളും വലുതാവുന്നതെന്ന് വെച്ചാൽ
ഇത് ഏറ്റവും ചെറുതാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്ന് ഏറ്റവും അവസാനം 0 സെല്ലാവുന്ന ആ ഒരു അവസ്ഥ എത്തുമ്പോഴാണ് ഫസ്റ്റ് എന്ന ഇൻഡെക്സ് നമ്പർ ലാസ്റ്റിനെക്കാളും വലുതാവുന്നത്. അപ്പോൾ ആ സമയത്താണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു റിലേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു ലാസ്റ്റ് എന്നൊരു റിലേഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് എന്നതിൻ്റെ വാല്യൂ 0യും ലാസ്റ്റ് എന്നതിൻ്റെ വാല്യൂ 9ഉമാണ്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആവറേജ്, അത് മിഡിൽ വരുന്ന ഇൻഡെക്സ് നമ്പർ ഏതാണെന്ന് കണ്ടെത്താനുള്ളതാണ്. അതിന് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ഡിവൈഡ് ബൈ 2 എടുക്കുമ്പോഴേക്കും മിഡ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്, അതായത് മിഡിൽ വരുന്ന ഇൻഡെക്സ് നമ്പർ ഏതാണെന്ന് കണ്ടെത്തുന്നു. ഇനി ആദ്യം കമ്പയർ ചെയ്യുകയാണ്. ആ മിഡിൽ വരുന്ന ഇൻഡെക്സ് വരുന്ന വാല്യൂവും നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂവും കൂടെ ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ നോക്കുക, എനിക്ക് 45 ആണ് സെർച്ച് ചെയ്യേണ്ടത്. ഇവിടെ 0യും 9ഉമാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 4 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 4 ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 30 ആദ്യത്തത് മിഡിൽ വരുന്ന ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ 30 അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ എ മിഡ് എന്ന് പറഞ്ഞാൽ 30 ആയിരിക്കും വരുന്നത്. കാരണം മിഡ് എന്ന് പറയുന്ന വാല്യൂ 4 ആയിരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ. അപ്പം ആ 30യും നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആ 45ഉം കൂടെ ഈക്വൽ ആണോ അല്ലയോ എന്ന് സെർച്ച് ചെയ്യുന്നതാണ്. സപ്പോസ് ഇതിപ്പോൾ ഈക്വൽ ആയിരുന്നുവെങ്കിൽ, ഈ 30ക്ക് വരെ 45 തന്നെ ആയിരുന്നുവെങ്കിൽ അവിടെ വെച്ച് ഇത് ബ്രേക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആവുകയും അവിടെ വെച്ച് ഇത് ബ്രേക്ക് ചെയ്യും, വൈൽ ലൂപ്പ് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആവുന്നു, അങ്ങനെയാണെങ്കിൽ ദിസ് നമ്പർ ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചത്. ഇപ്പം ഇവിടെ ഈ പൊസിഷൻ 4 ഇൻഡെക്സ് നമ്പർ 4 ഇവിടെ ഇപ്പം 30 നമുക്ക് സെർച്ച് ചെയ്യേണ്ടതെന്ന് കരുതുക. 30 എന്ന നമ്പർ ഇവിടെ ആദ്യമേ ചെക്ക് ചെയ്തപ്പം തന്നെ ആ നമ്പറിൽ എത്തിക്കഴിഞ്ഞു. മിഡിൽ വന്ന നമ്പറിൽ 30 എന്ന നമ്പർ വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 30 ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 5 ഇൻ ദ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചത്. ഇവിടെ 5 എന്ന് വരാൻ കാരണം മിഡ് പ്ലസ് 1 ആണ്. മിഡ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്നാലും യൂസറിന് മനസ്സിലാവത്തുള്ളൂ. ഈ 30 എന്ന് പറഞ്ഞാൽ 5ാമത്തെ നമ്പറാണല്ലോ. 1, 2, 3, 4, 5 5ാമത്തെ നമ്പറാണ്. ഇൻഡെക്സ് പൊസിഷൻ 4 ആണ് എങ്കിലും നമ്മുടെ യൂസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ 5ാമത്തെ നമ്പറാണത്. അപ്പോൾ അതുകൊണ്ടാണ് മിഡ് പ്ലസ് 1 എന്നവിടെ ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഈക്വൽ ആയിരുന്നുവെങ്കിൽ ആദ്യമേ തന്നെ 30 ആണ് സെർച്ച് ചെയ്യാൻ കൊടുത്തിരുന്നെങ്കിൽ ആദ്യമേ തന്നെ അത് ഈക്വലായിട്ട് വന്ന് വൈൽ ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ട് എന്നിട്ട് റിസൾട്ട് എഴുതി കാണിച്ചിരുന്നത്. ദിസ് നമ്പർ ഹാസ് ബീൻ ഫൗണ്ട് അറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ട 45 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, നേരെ എൽസിഫ് എന്ന ആ ഒരു കണ്ടീഷനിൽ വരും. എൽസിഫിൽ വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്പർ, ഈ 45 എന്ന നമ്പർ ഗ്രേറ്റർ ദാൻ ഈ 30 എന്നാണോ ചെക്ക് ചെയ്യുന്നത്. എ മിഡ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഈ 30യേക്കാളും വലുതാണോ 45 എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ്. ഈ 45 എന്ന് പറഞ്ഞാൽ 30യേക്കാളും വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനെയാണ് നമ്മൾ റീറേറ്റ് ചെയ്യുന്നത്. അതായത് ഈ 30യേക്കാളും വലിയ വാല്യൂയിലാണ് ഈ 45 വരുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനേക്കാളും ഈ 30യേക്കാളും കുറഞ്ഞ വാല്യൂസ് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കൊണ്ടുപോകേണ്ട. അപ്പം അതോടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് പൊസിഷൻ നമ്മൾ റീറേറ്റ് ചെയ്ത് 35ൻ്റെ ആ പൊസിഷനിലോട്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഫസ്റ്റ് ഈക്വൽ ടു മിഡ് പ്ലസ് 1 എന്ന് പറയുന്നത്. മിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. 4 + 1 എന്ന് പറഞ്ഞാൽ 5. ആ 5 എന്ന ഇൻഡെക്സ് പൊസിഷനായിരിക്കും ഫസ്റ്റ് എന്ന അതായിട്ട് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. അതായത് 5 എന്ന് പറയുമ്പം 0, 1, 2, 3, 4, 5 ഇവിടെ മുതൽ 35 മുതൽ 55 ഇത്രയും എലിമെൻറ്റ്സിന് മാത്രമേ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റിനെ നമ്മൾ റീറേറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 5ഉം ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 9ഉമാണ്. അപ്പോൾ അതിൻ്റെ ട്രൂ ആവുന്നു, നേരെ അതിൻ്റെ ആവറേജ് എടുക്കുന്നു. 5ൻ്റെ 9ൻ്റെ ആവറേജ് എടുക്കുമ്പോഴേക്കും 5 + 9 അതിൻ്റെ ആവറേജ് വരുമ്പോൾ 7 എന്ന് വരും. ആ 7 എന്ന ഇൻഡെക്സ് പൊസിഷനും നമുക്ക് സെർച്ച് ചെയ്യേണ്ട നമ്പറും കൂടെ കമ്പയർ ചെയ്യാം. 7 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4, 5, 6, 7 ആ 45 തന്നെ വന്നിട്ടുണ്ട്. സെർച്ച് ചെയ്യുന്ന നമ്പർ തന്നെയാണ് ആ ഇൻഡെക്സ് പൊസിഷൻ വന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇഫ് കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. ട്രൂ ആകുമ്പോഴേക്കും ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നേരെ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ ചെക്ക് ചെയ്യുമ്പം അത് ട്രൂ ആവുന്നു. ഫസ്റ്റ് എന്നുള്ളത് 5ഉം ലാസ്റ്റ് എന്നുള്ളത് 9ഉം ആയതുകൊണ്ട് ഈ കണ്ടീഷൻ അത് ട്രൂ ആവുന്നു. നേരെ ഈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ 45 ഈസ് ഫൗണ്ട് അറ്റ് പൊസിഷൻ മിഡ് പ്ലസ് 1. മിഡ് എന്ന് പറഞ്ഞാൽ 7 ആയിരുന്നു. 7 + 1 8. അതാണ് ഇവിടെ പൊസിഷൻ 8 ഇൻ ദ ലിസ്റ്റ് എന്ന് കാണിക്കുന്നത്. അങ്ങനെ ഇത് എഴുതി കാണിക്കുന്നു. പ്രോഗ്രാം സ്റ്റോപ്പ് ആവുന്നു. അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുവെങ്കിൽ ഈ പ്രോഗ്രാം നമുക്ക് ഈ ഒരു രീതി നമുക്ക് യൂസ് ചെയ്യാനൊക്കത്തില്ല. ഈ 45 തന്നെ ഒന്നിക്കൂടെ തവണ റിപ്പീറ്റ് ചെയ്തുവെങ്കിൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കത്തില്ല. ആദ്യം കണ്ടെത്തുന്ന ഏതാണോ അതിൻ്റെ പൊസിഷനായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 45 ആയതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് പ്രോഗ്രാം എൻ്റർ ചെയ്ത് തീർന്നു. സപ്പോസ് ഇപ്പോൾ നിങ്ങൾ കരുതുക ഞാൻ 45 വരെ 46 ആണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് കരുതുക. 46 ഇതിലില്ല. അപ്പോൾ മനസ്സിലായല്ലോ, 46 എന്ന നമ്പർ ഇതിലില്ല. 46 ആണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് കരുതുക.
അപ്പോൾ ഇവിടെ ഇപ്പം 7 വരെ എത്തിക്കഴിഞ്ഞു, മിഡിൽ എന്ന വാല്യൂ 7 വരെ എത്തിക്കഴിഞ്ഞു. 7 എന്നുള്ളത് 45 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അത് ഫാൾസ് ആവുകയാണ്. ഫാൾസ് ആവുകയാണെങ്കിൽ അടുത്ത ഇതിലോട്ട് വരികയാണ്. സെർച്ച് ചെയ്യുന്ന നമ്പർ ഈ മിഡിൽ വരുന്ന നമ്പറിൻ്റെ കാലം വലുതാണോ എന്ന് നോക്കുക. അപ്പോൾ സെർച്ച് ചെയ്യുന്ന നമ്പർ 46 ആണ്. അപ്പോൾ ഈ മിഡിൽ വരുന്ന നമ്പർ 45 ആണ്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ 46 എന്നുള്ളത് ഇതിനേക്കാളും വലിയ വാല്യൂ ആണ്. അതായത് ഇതിനേക്കാളും കൂടിയ വാല്യൂസിൽ മാത്രമേ 46 വരാൻ സാധ്യതയുള്ളൂ. കൂടിയ ഇൻഡെക്സ് പൊസിഷനിൽ 46 വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ റീറേറ്റ് ചെയ്യും. ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനെ റീറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മിഡ് +1 7 + 1 8 എന്ന ഇൻഡെക്സ് പൊസിഷനായിട്ട് റീറേറ്റ് ചെയ്യും ഫസ്റ്റ് എന്ന ഇൻഡെക്സ് പൊസിഷനെ. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ 50 ആണ് വരുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഇവിടെ വൈൽ ലൂപ്പ് അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് എന്നുള്ളത് 8ഉം ലാസ്റ്റ് എന്നുള്ളത് 9ഉം ആണ്. അപ്പോൾ ട്രൂ ആവുന്നു. ഈ കണ്ടീഷൻ ആദ്യം മിഡ് വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തുക. മിഡ് വാല്യൂ എത്രയാണ്? 8 + 9/2 ആണ് വരേണ്ടത്. അപ്പോൾ 8 + 9 എന്ന് പറഞ്ഞാൽ 17/2 ഏകദേശം എത്ര വരും? 8.5 ആണെന്ന് തോന്നുന്നു. അതെ, 8.5 ആണ്. അപ്പോൾ അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ 8 ആയിരിക്കും. 8 എന്ന ഇൻഡെക്സ് പൊസിഷനും ഈ 45ഉം കൂടെ ചെക്ക് ചെയ്യും. അതാണ് ഇവിടെ വരുന്നത്. 8 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂവും നമുക്ക് സെർച്ച് ചെയ്യേണ്ട 46 എന്ന വാല്യൂവും കൂടെ ചെക്ക് ചെയ്യുന്നു. അത് കമ്പയർ ചെയ്യുമ്പോൾ 8 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ 50 എന്ന വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും 46 അല്ല, സെർച്ച് ചെയ്യേണ്ട വാല്യൂ 46 ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് വരുന്നു, നേരെ ഇവിടെ വരുന്നു. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ 46ഉം വന്ന വാല്യൂ 50 ആണ്. അപ്പോൾ ഇതിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യപ്പം ഇതിൻ്റെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ടും ഫാൾസ് ആവുന്നു. അങ്ങനെയാണ് നേരെ എൽസിലോട്ട് വരുന്നു. കാരണം എൽസിലോട്ട് വരുമ്പോഴേക്കും ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് വാല്യൂ, അതായത് നമുക്ക് ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 ആണ്, സെർച്ച് ചെയ്യേണ്ട വാല്യൂ 46 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനേക്കാളും കുറഞ്ഞ ഒരു ഇൻഡെക്സ് പൊസിഷനിലായിരിക്കും ഈ വാല്യൂ വരുന്നത് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് എന്നതിനെ നമ്മൾ മിഡ് -1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഈ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡ് -1 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും 8 എത്രയാണ്? ലാസ്റ്റിനെ നമ്മൾ 8 - 1 എന്ന് പറഞ്ഞ് 7 എന്ന ഇതിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ലാസ്റ്റ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് പൊസിഷൻ 7 ആവുന്നു. അതേസമയം ഫസ്റ്റ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് പൊസിഷൻ നേരത്തെ കണ്ടെത്തി 8 തന്നെയാവുന്നു. അപ്പം ഫസ്റ്റിനെക്കാളും ചെറുതാവുന്നു ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് എന്നുള്ളത് 8ഉം ലാസ്റ്റ് എന്നുള്ളത് 7ഉം ആയി പോകുന്നു. അപ്പം ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട് വരുന്നു. നേരെ ഇവിടെ വന്ന് ഈ കണ്ടീഷൻ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ നേരെ എൽസ് എന്ന് പറഞ്ഞ് ദിസ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ലിസ്റ്റ് ഇവിടെ കാണിക്കുമ്പോൾ 46 എന്ന നമ്പറാണ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിലില്ല എന്നാണ് അതിൻ്റെ മീനിങ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 46 ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ ലിസ്റ്റ് എന്ന ഔട്ട്പുട്ട് ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഈ ബൈനറി സെർച്ച് അൽഗോരിതം നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഈ ഒരു സൈഡിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾ കാണാൻ എഴുതേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ വേറെ രീതിയിലുള്ള ലോജിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ കാണാതെ പഠിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും, റൈറ്റ് ആൻ അൽഗോരിതം അല്ലെ റൈറ്റ് എ പ്രോഗ്രാം ഫോർ ബൈനറി സെർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാമാണ് ഏകദേശം ഇതേ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സിനെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാനും സാധിക്കും. ചിലപ്പം 10 നമ്പേഴ്സിന് വരാൻ 20 നമ്പേഴ്സ് ഒന്നായിരിക്കും ക്വസ്റ്റ്യനിൽ തരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ റീറൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വാല്യൂസ് എത്രയാണെന്ന് വെച്ചാൽ റീറൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ കോർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് ബൈനറി സെർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാതെ പഠിക്കാനായിട്ട് നോക്കാം ഈ പ്രോഗ്രാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.